കേന്ദ്ര സർക്കാർ അനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് കോട്ടയത്തെത്തി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ബി.ജെ.പി. പ്രവർത്തകർ ട്രെയിനിന് സ്വീകരണം നൽകി. ചെന്നൈയിൽ നിന്നും ഇന്ന് രാവിലെ 4:30-നാണ് ട്രെയിൻ പുറപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കോട്ടയത്ത് എപ്പോഴാണ് ട്രെയിൻ എത്തിയത്? വലിയ ആഹ്ലാദത്തിലാണോ അയ്യപ്പ ഭക്തരും ഒപ്പം തന്നെ ബി.ജെ.പി. പ്രവർത്തകരും? കാരണം നമുക്കറിയാം, സംസ്ഥാന സർക്കാർ പല വിധത്തിലുള്ള അവഗണനകളും അതുപോലെ തന്നെ അനീതിയുമെല്ലാം ശബരിമല ക്ഷേത്രത്തിനോടും അയ്യപ്പ ഭക്തരോടും ചെയ്യുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു കരുതലായിട്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ, ബി.ജെ.പി. ജില്ലാ നേതൃത്വമെല്ലാം ഈ വന്ദേ ഭാരത് അനുവദിച്ചതിനെ കാണുന്നത്. ഇപ്പോൾ 4 മണിയോടുകൂടിയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന്റെ ഈ സ്പെഷ്യൽ ട്രെയിനിന്റെ ആദ്യ യാത്ര അവസാനിച്ചത്. ബി.ജെ.പി. പ്രവർത്തകരും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ജജിൻലാലിന്റെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ വന്ദേ ഭാരതിനെ സ്വീകരിച്ചു. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യത്തിനായിട്ട് കേരളത്തിൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് 15, 17, 22, 24 തീയതികളിലായി 4 സർവീസാണ് ഈ ട്രെയിൻ നടത്തുന്നത്. വെള്ളി, ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ 4:00-ക്ക് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 4:15-ന് കോട്ടയത്ത് എത്തുമെന്നുള്ള രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ഈ യാത്രയെ, ഈ ആദ്യ ട്രെയിനിൽ വന്നിറങ്ങിയ യാത്രയെ വളരെ അവിസ്മരണീയമായി തന്നെയാണ് കണ്ടത്. ഒപ്പം തന്നെ ഈ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിനുമെല്ലാം നന്ദി അർപ്പിക്കുകയും ചെയ്തിരുന്നു അയ്യപ്പന്മാർ. ഏതായാലും ഇപ്പോൾ പുതിയൊരു കരുതൽ കൂടി, അല്ലെങ്കിൽ കേരളത്തിന് പുതിയൊരു സമ്മാനം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഈ പുതുവത്സര ക്രിസ്മസിനും കൂടി, ഈ ആഘോഷങ്ങൾക്കും കൂടി ഈ ട്രെയിൻ ഉപകാരപ്പെടുമെന്നുള്ളത് ഇരട്ടി സന്തോഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ട്രെയിൻ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകടിപ്പിക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച ട്രെയിൻ യാത്ര കോട്ടയത്ത് എത്തിച്ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മിഥുൻ അയ്യപ്പൻ കോട്ടയത്ത് നിന്ന് നൽകിയത്.